ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സഭയുടെ കത്തീഡ്രലിൻ്റെ മണിമുറ്റത്താണ് ഞാനിപ്പോൾ എൻ്റെ എളിയ പാദങ്ങൾ ഊന്നി നിൽക്കുന്നത്. ഓർത്തഡോക്സ് സഭ ഈ സഭയെ നയിച്ച 3 അധിപന്മാരുമായി, അല്ല 4 അധിപന്മാരുമായി അടുത്ത വ്യക്തിബന്ധത്തിന് ഭാഗ്യമുണ്ടായ ഒരു മനുഷ്യനാണ് ഞാൻ. അവർ 4 പേരോടും ഞാൻ വളരെ അടുത്ത് സമ്പർക്കപ്പെട്ടിട്ടുണ്ട്. തൊട്ട് മുമ്പുണ്ടായിരുന്ന സഭാ അധിപൻ തിരുമേനി ആശുപത്രി കിടന്നപ്പോൾ ഈ കോട്ടയത്തിനടുത്ത് സന്ദർശകർ പോലും അധികം പോയി കാണാൻ, രോഗത്തിൻ്റെ ഒരവസ്ഥയായതുകൊണ്ട് മറ്റൊന്നുകൊണ്ടല്ല, നിയന്ത്രണമുണ്ടായിരുന്നപ്പോഴും അവരുടെ ശയ്യയിൽ, അവരുടെ കിടക്കയിലിരുന്ന് അവർ സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഇതിനേക്കാൾ എനിക്ക് എന്താണ് ഭാഗ്യമുണ്ടാകേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴൊക്കെ ഈ ഓർത്തഡോക്സ് സഭയുടെ ജീവകാരുണ്യം, ഈ തുമ്പമൺ ഭദ്രാസനം അടക്കം വിധവകൾക്ക് പെൻഷൻ കൊടുക്കുന്നു, പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ വിവാഹത്തിന് സഹായിക്കുന്നു, ചികിത്സാ സഹായം കൊടുക്കുന്നു. എത്ര പദ്ധതികളാണ്! ഞാൻ വിശദമായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ തിരുമേനി, അവരുടെ മുൻഗാമിയായ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക തിരുമേനിയുടെ നാമധേയത്തിൽ തുടങ്ങിയ സഹോദരൻ പദ്ധതി, പരിമല തിരുമേനിയുടെ അനുസ്മരണ പ്രഭാഷണമടക്കം നടത്താൻ എന്നെ എൻ്റെ ക്രൈസ്തവ സഹോദരങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്.